വെൽക്കം ടു ദ ചാനൽ. ഞാൻ ഇന്ന് ഏട്ടനുമായിട്ട് സൊമാറ്റോയുടെ ഡെലിവറിക്ക് പോവാ. ആദ്യത്തെ എക്സ്പീരിയൻസാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ അത് പോകുന്നറിയത്തില്ല. ഏട്ടൻ ഞാനും അടിയാവാതിരുന്ന എൻ്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോ തുടരാം. എൻ്റെ സൊമാറ്റോ പോയി. ഫസ്റ്റ് ഓർഡർ നമുക്ക് അടിച്ചു. ഓർഡർ വെയിറ്റിങ്ങിലാണ്. അതോ ആയിട്ടില്ല സാധനം. വായിച്ചു നോക്ക്. ഓ, ഓർഡർ ഗെറ്റിംഗ് പ്രിപ്പയർഡ്. സാധനം ആയിക്കൊണ്ടിരിക്കുന്നുള്ള നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. എങ്ങനെയുണ്ട് എന്നെ കൊണ്ടുവന്നിട്ട്? ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഇത് പിക്കപ്പ് ചെയ്യാൻ ഏട്ടൻ പോവാണ്. ഞാൻ പോകുന്നില്ല. ഓർഡർ എടുത്തിട്ട് ഏട്ടൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. കസ്റ്റമർക്ക് വിളിക്കാൻ പോവാം. ക്കുള്ള മന്തിയല്ല, കസ്റ്റമർക്കുള്ളത്. നമുക്ക് പോയിട്ട് വരാം. ഏട്ടൻ ലൊക്കേഷൻ എല്ലാം ഭയങ്കര നോട്ടത്തിലാണ്. നമുക്ക് വണ്ടി എവിടെയോ ഒരു കുഞ്ഞു വഴി. നല്ല ഇരുട്ടൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ ലൊക്കേഷൻ തെറ്റായതുകൊണ്ടാണ് കസ്റ്റമറിന് വിളിക്കാൻ പോവാണ്. കസ്റ്റമർ കോൾ എടുത്തു. അപ്പൊ നമ്മളിനി അവിടെ ലൊക്കേഷനിലോട്ട് പോകാൻ പോവാ. കസ്റ്റമർ വന്ന് സാധനം വാങ്ങി. അത് ഗൂഗിൾ പേ ആണെങ്കിൽ നമ്മൾ QR കാണിക്കണം. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇവിടെ ടിക്ക് എടുത്തിട്ട് ഇത് സ്വൈപ്പ് ചെയ്യുക. ക്യാഷ് ഓൺ ഡെലിവറിയാണ്. ഫസ്റ്റ് ഓർഡർ അത് അങ്ങനെ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഓർഡർ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഐശ്വര്യമുണ്ട്. ഇല്ല, നമ്മൾ തിരിച്ച് അടുത്ത ഓർഡർ അടിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വണ്ടി എടുത്തു. ഇനി നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നേരെ നമ്മൾ തിരുവല്ലയ്ക്ക് പോവാം. ചങ്ങനാശ്ശേരി ചില സമയം നല്ല മടുപ്പായിരിക്കും ഓർഡർ. തിരുവല്ലാഴ്ച നമുക്ക് ചിലപ്പോൾ തുരിതര ഓർഡർ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. ഏറ്റവും അടുത്ത് കിടക്കുന്നത് തിരുവല്ലായ. തെറ്റിപ്പോയി. നമ്മൾ ഇപ്പോൾ ലൊക്കേഷൻ വന്നെടുത്തു നിന്ന് ഏറ്റവും അടുത്ത സ്ഥലം വരുന്നത് തിരുവല്ലയാണ് വരുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇതപ്പോഴേ ഓർഡർ ദൂരന്നെ കിട്ടിയുള്ളൂ. എൻ്റെ വേറെ ഒരു ഓർഡർ പോലും ഇതിലിട്ട് വന്നില്ല. ഏട്ടന് ഇതായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഏട്ടന് തുരിതര ഓർഡർ അടിക്കുന്നത്. അടിക്കാൻ കയറുക കേട്ടോ. പെട്രോൾ അടിച്ചു. ചങ്ങനാശ്ശേരി ടൗണിലോട്ട് പോകാൻ പോവാണ്. അല്ലേ? അതെ. ദേവി വിളി ഏറ്റു. ഓർഡർ അടിച്ചു. സെക്കൻഡ് ഓർഡർ ആട്ടോ നമ്മുടെ. 65 രൂപയുടെ ഓർഡറാണ്. 12 രൂപ. കാന്താരി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമുക്ക് ഓർഡർ അടിച്ചിട്ടുള്ളത്. നമുക്കിനി അങ്ങോട്ട് പോകാം. ഏട്ടൻ ഓർഡർ എടുക്കാൻ പോവാൻ പോവാണ്. ഓർഡർ എടുക്കാൻ ഏട്ടനോട് പോവാ കേട്ടോ. ഓർഡർ ഗെറ്റിംഗ് റെഡി. ഓർഡർ എടുത്തു. എവിടെ? കുമരങ്കേരി റൂട്ടാണെന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ല, പോവാം. ചിരിക്ക്. ഫീലിംഗ് പുച്ഛം. We are going to കുമരങ്കേരി.
ചങ്ങനാശ്ശേരി ടൗൺ. ഇതാണ് നമ്മുടെ ചങ്ങനാശ്ശേരി ചന്തയിലോട്ട് കയറുന്ന സ്റ്റാർട്ടിംഗ് ആണ്. രണ്ടാമത്തെ ഓർഡർ കൊടുക്കാനുള്ള സ്ഥലം എത്തി. സൈഡിലൊക്കെ വെള്ളമാട്ടോ ഓടാ. കസ്റ്റമറിനെ വിളിക്കാൻ പോകുന്നതാണോ? കസ്റ്റമറിനെ വിളിക്കുക. ഓർഡർ അടിച്ചു. എവിടുന്ന? ചങ്ങനാശ്ശേരി ടിയാൻഡിയിൽ നമ്മളെത്തി. ഓർഡർ എടുത്തു. പോകാം. അത്ര ഉള്ളല്ലേ? ഓർഡർ കൊടുക്കാൻ പോവാ. കസ്റ്റമർ ഇതുവരെയായിട്ട് ഇറങ്ങി വന്നില്ല. കസ്റ്റമർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കുറേ നേരമായി നിൽക്കുന്നു. കസ്റ്റമർ ഇതുവരെയായിട്ടും വരുന്നില്ല. ആൾ വന്നു കേട്ടോ. ഏട്ടൻ വാങ്ങിക്കാൻ പോയി, അല്ല കൊടുക്കാൻ പോയി. നാലാമത്തെ ഓർഡർ അടിച്ച് ബർഗർ ലോഞ്ച് ചെയ്തു. ഓർഡർ എടുക്കാൻ പോവാ. എനിക്കറിയത്തില്ല. ഓർഡർ 95 അടുത്തു. ഞാൻ ഓർഡർ എടുത്തു ഗൈസ്. എടുത്തു. ഉള്ളിനടിക്ക ജൊമാറ്റോ എടുത്തു. കഴിഞ്ഞപ്പോ ഇതിങ്ങനെ ചെയ്യാൻ അറിയത്തില്ല. ഇല്ല. നാലാമത്തെ ഓർഡർ ബർഗർ ലോഞ്ച് ചെയ്തു. ഞാൻ ഓർഡർ വെക്കാൻ പോയി. ഇവിടെ പട്ടി എനിക്ക് എന്നെ കണ്ടിട്ട് എന്നെ പേടിയാവുന്നുണ്ട്. ഓർഡർ വെച്ചിട്ട് പോവാണ് ഞാൻ. ഏട്ടൻ തന്നെ പണി എടുപ്പിക്കുവാണെന്നാ തോന്നുന്നത്. കൂടെ കണ്ടുവന്നിട്ടേ വെറുതെ ഇരുത്തുണ്ടെന്ന് വിചാരിച്ചു. അടുത്ത ഓർഡർ അടിച്ചു കേട്ടോ. അടുത്ത ഓർഡർ അടിച്ചു തപാൻ. ഫസ്റ്റ് നമ്മൾ പോയെടുത്തു തന്നെ. അഞ്ചാമത്തെ ഓർഡർ എടുത്തോണ്ട് ഏട്ടൻ വരുന്നുണ്ട്. എല്ലാവരും പാടി വരുന്നുണ്ട്. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ. ഓർഡർ അടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുക. ഇപ്പൊ ഒരു സ്ഥലത്ത് വന്ന് ചുമ്മാ നിൽക്കുക. എന്നെ കൊണ്ടുവന്നിട്ട് വലിയ ഓർഡർ മേടിച്ചില്ല. ആകെ 5 ഓർഡർ അടിച്ചു. ഇപ്പൊ വെറുതെ നിൽക്കുക. ഇന്ന് 10 മണി വരെ ഏട്ടൻ ഓടുന്നുള്ളൂ. ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് കൊച്ചു വീട്ടിലാണല്ലോ. കൊച്ചു വഴക്കുണ്ടാക്കിയാലോ, അതുകൊണ്ട് 10 മണി വരെ ഓടുന്നുള്ളൂ. അല്ലാത്തപ്പോൾ സാധാരണ ഏട്ടൻ ഒരു 11 അല്ല 12 മണിയൊക്കെ ഓടുന്നതാ. നോക്കാം ഓർഡർ അടിക്കുമോ. റീൽസ് കാണുന്ന ഏട്ടൻ. ആറാമത്തെ ഓർഡർ ഇതാ അടിച്ചിരിക്കുന്നു. കുറേ നേരത്തിന് വെയിറ്റിങ്ങിന് ശേഷം പിന്നെ ബർഗർ ലോഞ്ച്. ഓർഡർ ആയില്ല. മുമ്പേ നമ്മൾ വന്നപ്പോൾ പെട്ടെന്നായിരുന്നു. ഇതിപ്പോൾ ആവുന്നതേ ഉള്ളൂ. എന്തേലും 2 വാക്ക് പറ പ്ലീസ്. എനിക്ക് പറ ഏട്ടാ.
ചന്ദ്രനൊക്കെ മറയുക, മഴക്കാറ് നന്നായിട്ട് വരുന്നുണ്ട്. ആറാമത്തെ ഓർഡർ നമ്മളെടുത്തു. മഴ പെയ്തു, നമ്മൾ കയറി നിന്നു. മഴ പെയ്തെന്ന് റിപ്പോർട്ട് ചെയ്യണേട്ടെ. കിട്ടു. കല്ലുവിനെ വിളിക്കാൻ വന്നു. കല്ലു എന്തെന്ന് കാണുന്നില്ല. കല്ലു ഇറങ്ങി വരാൻ. നിന്റെ അമ്മ വന്നു, അമ്മ അച്ഛൻ വന്നു. ബൈ പറഞ്ഞു. കല്ലു വരുന്നില്ല. സൂപ്പർ. അങ്ങനെ ഉണ്ടായിരുന്നു. കൊള്ളാം. ഒരു ഉമ്മനാവും. ഏട്ടനെ നോക്കിയിരിക്കുന്ന ആളാ. ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ലൈറ്റ് അടിക്കുന്നുണ്ട്. ആറാ എനിക്ക് ഇതൊക്കെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. ഇത് നോട്ട് തന്നെ കണ്ടു. എന്താടാ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണമെന്ന് പറ. ബെൽ ബട്ടൺ ടിണ്ടി അടിച്ചു പൊട്ടിക്കണമെന്നും പറ. പെട്ടെന്ന് നോക്കി പോകുന്നത്. ഞാൻ എന്തി അച്ഛനോട് ചോദിക്കേ. ഞാൻ എന്തിന്ന് ചോദിക്കേ. ഇതെന്നാ കല്ലു? ആരുടെ പാപ്പി? ചേച്ചിയുടെ പാപ്പിയാണോ? ഇന്നത്തെ കഴിഞ്ഞിട്ട് വന്നു. ഞാനുള്ളണ്ടായിരുന്നു വലിയ ഓർഡർ ഒന്നും അടിച്ചില്ല. ഏട്ടന് ശോകമായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഒരു 100-300 രൂപയ്ക്കുള്ളത് എന്ന് ഓടിയുള്ളൂ. സാധാരണ ഏട്ടൻ ഓടുമ്പോൾ ഒരു 500 രൂപയെങ്കിലും, കുറഞ്ഞതൊരു 500 രൂപയെങ്കിലും ഉണ്ടാവുന്നതാണ്. ഇന്നെന്തോ ഇത് ചൊവ്വാഴ്ച ദിവസമല്ലേ, വലിയ ഓർഡർ ഒന്നും ഇല്ലാത്ത ദിവസം. അതുകൊണ്ട് എന്നെ കൊണ്ടുപോയിട്ട് തന്നെ നന്ദിത ജിജുവിനെ കൊണ്ട് ഇന്ന് പോയിട്ട് എനിക്ക് മാൻഡ്രേക്കിനെ തല കൊണ്ടുപോയ അവസ്ഥയായി. അത്തെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോകും. ഇനി ഞാൻ പോവും. തിരക്കുള്ള ഒരു ദിവസം ഞാൻ പോവും. ഇനിയും പോവും. എന്നിട്ട് ഞാൻ കുറെ ഓർഡർ എടുത്തിട്ട് കാണിക്കും. ഞാൻ കണ്ടു. കല്ലിന് ഫോണൊന്നും ഇല്ലേ നീനോ? ഇന്നത്തെ വീഡിയോ ഇപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഫ്രഷായി. ഏട്ടൻ ഫ്രഷ് ആവാൻ പോയി. ഇനി കിടക്കുക, അതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഉറങ്ങുമായിരിക്കും. ഇന്ന് ഇച്ചിരി ക്ഷീണം കൂടെ. ഏട്ടനോട് പറഞ്ഞു ഏട്ടത്തേറി വിളിക്കും. വീഡിയോ വരുമ്പോൾ എന്നോട് എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ ഇനി ഒരു ദിവസം കൂടെ പോകുന്നുണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ടു. പക്ഷെ പോകുന്നതൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.